ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു സ്ലീവ് കട്ടിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുവോന്നേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 മെഷർമെൻ്റ് ആണ് വേണ്ടത്. സ്ലീവ് ലെങ്ത്ത്, സ്ലീവ് റൗണ്ട്, ആം ഹോൾ റൗണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് ദേ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ളതാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിനുശേഷം സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ താഴത്തെ റൗണ്ട് മെഷർമെൻറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് സ്ലീവ് റൗണ്ട് വരുന്നത്. പിന്നെ നമുക്ക് ആം ഹോൾ റൗണ്ട്, നമ്മുടെ ആം ഹോളിൻ്റെ ചുറ്റുമുള്ള മെഷർമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഇങ്ങനെ മടക്കിയിട്ടിട്ടായിരിക്കും സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ നേരെയല്ല ഒരിക്കലും സ്ലീവ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് ആം ഹോൾ റൗണ്ട്. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ സ്ലീവ് റൗണ്ടും ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ സ്ലീവ് ലെങ്ത്തും ആണ് നമുക്ക് മെഷർമെന്റ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മെഷർമെന്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഷർമെന്റ് പ്രകാരം സ്ലീവ് ലെങ്ത്ത് 5 ഇഞ്ചാണ്. 5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ ഞാൻ തയ്യൽ തുമ്പായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ 6.5 ഇഞ്ചാണ് വരുന്നത്. 6.5 ഇഞ്ച് എങ്ങോട്ടാണ് വരുന്നത്? നമ്മൾ വരച്ച് വെച്ചിട്ടില്ലേ സ്ലീവ് ലെങ്ത് എന്നുള്ള പോയിന്റ്, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ളതാണ് 6.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇനി ഇത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ക്ലോത്ത് എടുക്കുക. എടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഈ ക്ലോത്ത് ഇപ്പം ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ അത് രണ്ടായിട്ട് ആദ്യമേ ഒന്ന് മടക്കിയിട്ടു. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ കൂടി ഒന്നും കൂടെ മടക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് മടക്കിയെടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ടോട്ടൽ എത്ര പീസ് കിട്ടി? 4 പീസാണ് നമുക്കിവിടെ കിട്ടുന്നത്. 1, 2, 3, 4. ഒന്നിച്ചുള്ള ആ പീസും കൂടെ സെപ്പറേറ്റ് ആക്കുമ്പോൾ അങ്ങനെ നമുക്ക് 4ആയിട്ടാണ് നമ്മളിവിടെ മടക്കിയിട്ടേക്കുന്നത്. ഇനി നമുക്ക് ഈ നമ്മുടെ അറ്റം എല്ലാം കണ്ടില്ലേ, ഭയങ്കര കയറി ഇറങ്ങിയല്ലേ കിടക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ അറ്റം ഒന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് നമുക്ക് കിട്ടത്തുള്ളേ. അപ്പം നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്താ? സ്ലീവ് ലെങ്ത്ത് 5 ഇഞ്ച്. 5ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ സീം അലയൻസും കൂടെ ആഡ് ചെയ്ത് 6.5 ഇഞ്ചാണ് നമുക്ക് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. അത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഇഞ്ച് കണക്കാണ് ഇപ്പം ചെയ്യുന്നത്. ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് 6.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമുക്കൊരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഈ പോയിന്റ് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പേപ്പർ വെച്ചൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ഈ ഭാഗം വരുന്നത് ഈ പേപ്പറിൻ്റെ ഈ കേർവ് ഷേപ്പ് വരുന്ന ഭാഗത്തെ ആണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഭാഗത്തെ മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ ആം ഹോൾ റൗണ്ടിൻ്റെ മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്. ആം ഹോൾ റൗണ്ട് നമുക്കിവിടെ എത്രയാണ് കിട്ടിയത്? 12 നമുക്ക് ആം ഹോൾ റൗണ്ട് കിട്ടിയത്. നമുക്ക് പകുതി എടുത്താൽ മതി ഇതിൻ്റെ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ആം ഹോൾ റൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി കാണുക. അപ്പോൾ 6 ഇഞ്ച് വരും. 6 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് ഒരു 1.5 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം അങ്ങോട്ട് മാറ്റി ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യുക. അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ? സ്ലീവ് റൗണ്ടിൻ്റെ മെഷർമെൻ്റ് ആണ്. സ്ലീവ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? 8 നമുക്കിവിടെ കിട്ടിയത്. അതിൻ്റെ പകുതി കാണുക, 4 ഇഞ്ച്. അതിനുശേഷം ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്തു. അപ്പം നമ്മൾ ഇത് രണ്ടും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ 2 പോയിന്റുകളില്ലേ അതൊന്ന് ലൈനായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ടാമത്തെ പോയിന്റ് ഇല്ലേ, നമ്മുടെ സീം അലവൻസും കൂടെ കൂട്ടി നമ്മൾ വരച്ചത്, അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് അതിനുശേഷം ആ 2.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സൈഡിൽ ഇങ്ങേയറ്റത്തെ ഈ പോയിന്റും ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത 2.5 ഇഞ്ചില്ലേ ആ പോയിന്റിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഷേപ്പ് വന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ കർവ് ഷേപ്പ് വന്നത് എങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ ആദ്യം വരച്ച ആ പോയിന്റില്ലേ 6 ഇഞ്ചിൻ്റെ ആ പോയിന്റിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് 6 ഇഞ്ചിൽ 3 ഇഞ്ച് ആയിരിക്കുമല്ലോ മിഡ് പോയിന്റ്. അതിനുശേഷം വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെയൊന്ന്
കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അതിനുശേഷം ആ കർവ് ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിലോട്ട് ഒന്ന് മുട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ഒഴുകി നടക്കുന്ന പോലെ വേണം നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട്. ആരും സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കരുത്. ഈ ഭാഗമാണ് നമുക്ക് ഈ ഷേപ്പിൽ വേണ്ടത്. അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ വേണം വരയ്ക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സീം അലവൻസും കൂടെ കൂട്ടി വേണം കട്ട് ചെയ്യാനായിട്ട്. ആദ്യം വരച്ച ലൈനിലല്ല കട്ട് ചെയ്യേണ്ടത്. നമ്മൾ രണ്ടാമത് സീം അലവൻസും കൂടെ എടുത്തില്ലേ, ആ ലൈനിൽ വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴ്ഭാഗം ഇങ്ങനെ നമുക്ക് ഒന്ന് മടക്കി കൊടുക്കുക, ഒരു 1/2 ഇഞ്ചിൽ. അത് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം തന്നെ ആ കർവ് ഷേപ്പ് കട്ട് ചെയ്ത് പോകല്ലേ. നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ ദേ ഈ ലൈനിൽ കൂടെ കൊണ്ടുവന്ന് മുകളിലത്തെ ആ കർവ് ഷേപ്പ് മാത്രം കട്ട് ചെയ്യുക. ആ താഴത്തെ കർവിങ് ഇപ്പൊ കട്ട് ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിടാം. ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തിടുമ്പോൾ നമ്മുടെ 2 സ്ലീവ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ലൈൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു പീസിൽ, അപ്പം നമുക്ക് ഓരോ പീസിൻ്റെയും ഓരോ സൈഡ് മാത്രമേ കട്ടായി പോവുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിന് വരുന്ന ഭാഗം. ഇത് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ഫ്രണ്ട് ആം ഹോള് ഇവിടെയും, ബാക്ക് ആം ഹോള് ഇവിടെയും, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് സ്ലീവ് ലെങ്ത്ത്, ഇവിടെ നിന്ന് ഇവിടെ മുതലുള്ളത് സ്ലീവ് റൗണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീം അലവൻസിൻ്റെ കാര്യമില്ലേ, അത് നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീം അലവൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്